ഏതായാലും കച്ചവടമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞമ്മക്ക് കച്ചവടം ചെയ്യുന്ന ചില രംഗങ്ങൾ കാണിച്ചു കൊടുക്കാണ്ടല്ലോ, അതും കൂടിയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് ഒരുങ്ങിയിരുന്നോളി, കാരണം പല കച്ചവടമൊക്കെ ഒന്ന് കാണാൻ പോവാ. ബലൂടണം കേട്ടോ, കച്ചവടത്തിൻ്റെ രൂപ നമ്മളിടുമ്പോൾ ബലൂടണം. കാരണം ബലിപ്പോൾ എല്ലാ വീഡിയോയിലെടുത്തുണ്ടല്ലോ. മൈസൂർ കല്യാണം അടക്കുന്നുണ്ട് എന്നാണ്. മൈസൂർക്കൊക്കെ കല്യാണം കാണാൻ വേണ്ടി നിങ്ങളാണ് ചെന്നേനെ ഓർമ്മ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്. നിങ്ങളെ സമസ്ത കേരള കൂടിയല്ല അപ്പുറത്താണുള്ളത്, നിങ്ങളെ പരിധിക്കപ്പുറത്താ. അല്ലെങ്കിൽ കല്യാണത്തിൽ ആണും പെണ്ണും വരില്ല, അത് ആർക്കും അവിടെ അറിയാത്തത്. വെയിറ്റിലിരുന്ന് ഒരാൾ വീഡിയോ എടുക്കാൻ നിന്നാൽ അങ്ങനെ ഉണ്ടാവും. അപ്പം അതാണ് ഇരിക്കട്ടെ. ഇനി ഞാൻ അതിൻ്റെ ഒരു 3 രംഗം കാണിക്കാൻ പോവാണ്. വീഡിയോ, ഫോട്ടോ കാണിച്ചു. ഇനി ഇവർ തന്നെ ഉദ്ഘാടനം ചെയ്ത് വീഡിയോ. അതുകൊണ്ട് ഇനി നമുക്ക് വീഡിയോൻ്റെ ചില രംഗങ്ങൾ കാണിക്കാം. പൂർണ്ണമായി കാണിക്കാൻ കഴിയില്ല, നിങ്ങൾക്കറിയാം. അതിന് സമയങ്ങൾ കാലങ്ങളോളം വേണം. കാരണം ഇത് ഓരോ സ്ഥലത്തുള്ള വീഡിയോകൾ ഇഷ്ടം പോലല്ലേ. ഒന്ന്, കൊറോണയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തുടങ്ങുന്ന ഒരു വീഡിയോ. അതിനാ കാണിക്കുന്ന 2 കാര്യങ്ങൾ അറിയിക്കാനാണ്. ഇതെന്നോ അന്ധകാലത്ത് പറഞ്ഞതല്ല, കൊറോണയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അവർ അതിൽ തുടങ്ങുന്നത്. കൊറോണയെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? 2 ആളുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഉണ്ട്, ചെറിയ പി ഉസ്താദും ഉണ്ട്. ചെറിയ പി ഉസ്താദ് ഇല്ലാതെ മൂപ്പര് വന്നതുമുണ്ട്. എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്. നുണ പറഞ്ഞാലൊന്നും ഇതിന് യോജിക്കൂല. കാരണം അത്രയും അധികമുണ്ട്. 40 കൊല്ലം എന്നാണ് ഞാൻ പറഞ്ഞു. അത്രയും വിശാലമാണത്. കൊറോണയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. പിന്നെ അവരോടുള്ള ഉപദേശം, ദീനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നടക്കലല്ല, കച്ചവടാട്ടോ തുടങ്ങാണ്. ദീനി എന്ന് പറഞ്ഞാൽ പറഞ്ഞു നടക്കലല്ല, അതെന്തെങ്കിലും ഒന്ന് ചെയ്യലുമല്ല. അത് തടിയിലും കൽബിലും ഒക്കെ ആയി എടുക്കണമെങ്കിൽ അതിനുള്ള ആഫിയത്തൊക്കെ ആയിട്ട് ആക്കി വരേണ്ടി വരും. അവരുപദേശങ്ങളാണ്. തടിയിലും കൽബിലൊക്കെ ദീനുണ്ടാക്കണം, അത് റെഡിയായി കൊണ്ടുവരണം. അതുണ്ടാക്കണമെങ്കിൽ ലേശം നയിപ്പുണ്ട്. ഇവരോട് പറയാം, നിങ്ങൾ വിചാരിച്ച മാതിരിയാണ് നടക്കൂല, അതിന് അത്യാവശ്യം പണിയെടുക്കണം. എന്നിട്ട് ഈ 2 ഇരുന്നിട്ട് അവർ പഠിപ്പിച്ചു കൊടുക്കാണ്. മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം. നിങ്ങൾ പണ്ഡിതന്മാരാണല്ലോ. മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം. അതിൽ വേറെ ഒരു എതിറുമില്ല, വേറൊരു എതിരും അതിനില്ല. മുൻഗാമികൾ ചെയ്ത് കച്ചവടമല്ല. നന്നാവാനേ കൽബിലും തടിയിലൊക്കെ ദീന് വരണമെങ്കിൽ അത്യാവശ്യം അധ്വാനിക്കണം. എന്ത് അധ്വാനാ ചെയ്യേണ്ടത്? മുൻഗാമികൾ എന്താണോ പണിയെടുത്തത് അത് തന്നെ എടുക്കണം. അവിടെ നിങ്ങളെ ഒരു തട്ടിപ്പും നടക്കൂല എന്ന് നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടല്ലോ, ജായിസായ നുണ പറയാന്ന് പറഞ്ഞിട്ട് ചില നുണകളൊക്കെ പറഞ്ഞ് കച്ചവടം നടത്തല്. ആ കച്ചവടമൊന്നും ഇവിടെ നടക്കൂല എന്ന് പറയുന്നുണ്ട്, നുണ പറഞ്ഞിട്ടുള്ള. പിന്നെ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സിദുക്കുണ്ടോ? സിദുക്കുണ്ടോന്ന്. സിദുക്ക് എന്ന് പറഞ്ഞാൽ സത്യസന്ധത. അത് അവര് പറയുന്ന സിദുക്ക. സിദുക്കുണ്ടോ? അതിപ്പോ ആരിലാ ഉള്ളത്? ഭയങ്കര ചോദ്യാ ചോദിക്കുന്നത്. ഒന്നും മിണ്ടാൻ കഴിയണില്ല. നോക്ക്, ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാനല്ല ഏൽപ്പിച്ച മശായിഖന്മാർ, നിങ്ങൾ സുൽത്താനുൽ ഉലമ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറയുന്ന ആളില്ലേ, അവരൊക്കെ മുമ്പിൽ നല്ല അന്തസ്സിൽ രാജകീയ ഇരുന്നിട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. മുൻഗാമികൾ എന്താ ചെയ്തത് അത് തന്നെ ചെയ്തോളണം. അതിനൊരു എഴുതുറും പറയണ്ട, കാരണവും പറയണ്ട, കൃത്യമായി നിറവേറ്റണം. നല്ലോണം ശ്രദ്ധിച്ചോളി. അതാണ് ഈ വിട്ട ആളുകൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞോളി. ഇതൊക്കെ അന്ന് വിടാൻ വിചാരിച്ചല്ലോ, നമ്മളിത് റമദാൻ കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ച. ഇതിപ്പോ സ്റ്റാർട്ടിംഗ് ആണ്.
തുടങ്ങൽ റമദാനിന് ശേഷം തന്നെയാണ്. ചിലപ്പോൾ റമദാനിൽ തന്നെ ആവും ചെയ്യും. മാസം കണ്ടാൽ തുടങ്ങുന്നതാണ്. എപ്പോഴാണ് മാസം കാണാന്നുള്ളത് അറിയില്ല. എന്തായാലും ആദ്യത്തെ സെക്കൻഡിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. കൊറോണ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. കൊറോണ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഏത് കാലത്താണ്. അത് വെക്കാൻ വേണ്ടിയാണ് ആ ക്ലിപ്പ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത്. എന്നിട്ട് അവരോട് കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. രണ്ടാളിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. വെച്ചുകൊടുക്കുക. അത് കൊറോണ എന്ന് പറയണം. എന്ത് ഇവിടെ വേണം, വീട്ടിൽ ചെല്ലണം, ഇവിടെ ഉണ്ടാക്കി. അത് തീരിന്റെ ഭാഗമാണ്. അതാണ് ഇതിങ്ങനെ പറഞ്ഞാക്കലൊന്നല്ല, ചെയ്യലൊന്നല്ല. അത് കരിയിലും കരുത്തിലും ഒക്കെ ആയി എടുക്കണമെങ്കിൽ അതിന് ആഫീസൊക്കെ ആയിട്ട് ആക്കി വരണ്ടിയായി, റെഡിയായി വരണ്ടിയായി. അതായി കിട്ടണ ലേശം നയിപ്പുണ്ട്. മുൻഗാമികൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ തന്നെ ചെയ്യാം. അതിന് വേറെ ഒരു ഉയരുമില്ല. അതിന് വേറെ എന്തെങ്കിലും തായ് തായമാണ് അറിയാന്ന് പറഞ്ഞ അതിന്റെ കച്ചവടം എനിക്കില്ല. മുസ്ലിത്തിനായതുകൊണ്ട് ഇതിനൊക്കെ പഞ്ഞ സിതുക്കുണ്ടോ? അത് പാരുന്നുണ്ട്. സിതുക്കുണ്ടോ? അത് പാരിലാണുള്ളത് എന്നാ ലാസ്റ്റ് ചോദിച്ചു നിർത്തുന്നത്. സിതുക്കുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം പോലും രണ്ടാക്കില്ല കേട്ടോ. വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുത്തു. മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം, അതിൽ യാതൊരു എതിറുമില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുൻഗാമികൾ ചെയ്ത വഴിയിൽ തന്നെ സഞ്ചരിക്കണം. ഇനി അതിന്റെ അടുത്ത ഭാഗമാണ് ഇനി കേൾപ്പിക്കുന്നത്. അതിൽ പറയുന്നത് എന്താ? സിദുക്കുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുകയാണ്. സിദുക്കില്ലേ കുറച്ചു പ്രയാസമാണ്. സത്യസന്ധത എന്നുള്ളതൊക്കെ അവരെ കുത്തകയാണ്. അവരെ കുത്തകയാണ് എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ ദീനുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് കൃത്യമായി പറയാൻ കഴിയും. നമുക്കത് കേട്ട് നിൽക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ സിദുക്കിനെ കുറിച്ചുള്ള ഒരു ആയത്ത് എ.പി. അബൂബക്കർ മുസ്ലിയാർ അങ്ങോട്ട് ഓതി കൊടുക്കുക. സിദുക്ക് പറഞ്ഞപ്പോൾ അന്നലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം, സിദുക്കുള്ള ഒരു ടീമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ മൂപ്പര് വിചാരിച്ച് ഇങ്ങോട്ട് വല്ലതും കിട്ടൂല. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് അടുത്ത ആയത്ത് ഇങ്ങോട്ട് ഓതി കൊടുക്കുകയാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. എ.പി. അബൂബക്കർ മുസ്ലിയാർ ബുഖാരി അടക്കം ദർശനത്തിന് വലിയ മൊയിലേരാ. അപ്പുറത്തിരിക്കുന്ന പല ഭാഷയിൽ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ്. മൂപ്പരങ്ങട്ട് കദമ സിദ്ഖിന്ന് ഓതിയതേ ഓർമ്മയുള്ളൂ. ഉടനെ പറഞ്ഞു, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. എന്താ പറഞ്ഞു ചോദിച്ചു. സിദ്ഖ് ഉണ്ടാകണമെങ്കിൽ അതിന് അള്ളാന്റെ ആൺകുട്ടികൾ തന്നെ വരണം, അല്ലാണ്ട് നടക്കൂല. അവരോട് പറയാ, നിങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? മിണ്ടിപ്പോകാൻ പാടില്ല. ദീനിൽ സംസാരിക്കണമെങ്കിൽ അതിന് അനുമതി വേണം. ഇതൊക്കെ ആരോടാ പറയുന്നത്? ഒരാളോട്. കച്ചവടം നടത്തപ്പോ കച്ചവടം നടത്തുന്ന പരിപാടിയല്ലേ അത്. ദീനിൽ സംസാരിക്കണമെങ്കിൽ അനുമതി വേണം. നിങ്ങൾ കോളേജോ പള്ളിയോ മദ്രസോ ദൊക്കങ്ങൾ ഉണ്ടാക്കിക്കോളി, പ്രസംഗിച്ചോളി, അതിനൊന്നും കുഴപ്പമില്ല. ദീന് പറയണമെങ്കിൽ അനുമതി വേണം. ഭയങ്കര സംഭവമാണല്ലോ പറഞ്ഞു കൊടുത്ത്. അനുമതി വേണം, എന്നാലേ ദീന് പറയാൻ പറ്റുള്ളൂ. പിന്നെ പറയാ ത്വരീഖത്തേര്, ഹഖീഖത്തേര്, ഈ മഅരിഫത്തേര്, ഇവർക്കൊക്കെ ശരീഅത്തുണ്ടോ നിങ്ങൾ ഇങ്ങനെ നോക്കും. ശരീഅത്തേര് അറിയണ്ട, നിങ്ങൾക്ക് ശരീഅത്തുണ്ടോന്നും ആണല്ലോ ഒന്ന് നോക്കുക. അതിനുമാണല്ലോ ഇവിടെ ആള്. അതും വർത്താനം പറയാൻ ആള് വേണ്ടേ? അതാണ് ആ പറഞ്ഞ ആൺകുട്ടികൾ. റിജാലുൻ സദഖൂ.
എന്നിട്ട് പറഞ്ഞു ശരീഅത്ത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു ശറവും പല്ല. ശരീഅത്ത് എന്ത് പറഞ്ഞ ആളുകൾക്ക് ഒരു ശറവുമില്ല. പിന്നെ നേരെ വലുക്ക് നേരെ വയല് പറയലാണോ ദീന്? വലിയ വായുദീങ്ങളാണല്ലോ ഇരിക്കണ്ടേ. വയലാർക്കും പറയാ, വയലാർക്കും പറയാ. അതിന് രണ്ടക്ഷരം അറബി പഠിച്ചാൽ മതി. നിങ്ങളെ വലിയ വലിയ ഇമാമിങ്ങളെടുക്കി ചോദിക്കുക, ഖുലഫാഉർ റാഷിദീൻ മുതലെടുക്കി. ഈ ഇമാമിങ്ങളൊക്കെ മശായിഖന്മാരുള്ളോലല്ലേ? ഓല മശായിഖന്മാരൊക്കെ കിതാബ് ഓതി പഠിച്ചോലാണോ? അപ്പൊ ചെറിയ പിസ്താദ് ഇമാമിങ്ങളൊക്കെ കിതാബ് ഓതിയിട്ടുണ്ടല്ലോ, ഇമാമിങ്ങളെ മശായിഖ് ഓതിയിട്ടുണ്ടോ എന്ന് തിരിച്ച്. ഷാഫി ഇമാമിന്റെ ശൈഖാണ് ഷൈബാനുർ റായി, ഒരൊറ്റ കിതാബ് ഓതിയില്ലല്ലോ. ഓതിയിട്ടുണ്ടോ? പിന്നെ മറുപടി ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് നോക്കി നിങ്ങൾക്ക് എന്ത് തലയും വാല്യം ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മടവൂര് ഷെയ്ഖ്, അതുപോലെ വടകര ഓറ്, ഇവരൊക്കെ മൊയ്ലിയന്മാരായിരുന്നു. അതുപോലെ ആലുവായി, അവരൊക്കെ മൊയ്ലിയന്മാരായിരുന്നു. അവരൊക്കെ അതിന് ശേഷം ആ പറഞ്ഞ സിദ്ഖിന്റെ വഴിയിലേക്ക് നീങ്ങി. ഈ വഴിക്ക് നിങ്ങളെന്താ പോവാത്തത്? ഓലൊക്കെ മൊയ്ലിയന്മാരായിരുന്നല്ലോ, ആ വഴിക്ക് നിങ്ങളെന്താ പോകാത്തത്? നല്ല നല്ല ചോദ്യങ്ങൾ അവര് തരിച്ചിരിക്കുകയാണ്. ആയത്ത് അങ്ങോട്ട് ഓതിയാൽ അടുത്ത ആയത്ത് വരികയാണ്. ആ ആയത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൃത്യമായ വിവരണങ്ങൾ, എവിടെയും തെറ്റുപറ്റാത്ത കറക്റ്റ് ചെയ്ത വാചകങ്ങൾ. അവരാ ഇരുത്തത്തിൽ തന്നെ കിതാബ് നോക്കിയിട്ട് കുറിപ്പുണ്ടാക്കി വന്നതല്ല, നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. മുൻഗാമികൾ നടന്ന വഴിയിൽ പോകണമെന്ന് പറയാണ്. ദീനെന്താന്ന് വിശദീകരിക്കുകയാണ്. നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. പ്രസംഗം കഴിഞ്ഞാലും ആ ഭാഗമെടുത്ത് സ്പെഷ്യലായിട്ട് കേൾക്കണം. ഈ കാലഘട്ടത്തിന്റെ അധികാരിയുടെ മഹാസംസാരങ്ങൾ, വലിയ പണ്ഡിതരെന്ന് പറയപ്പെടുന്ന രണ്ടാളുകളെ ഇരുത്തിയിട്ട് കാലഘട്ടത്തിന്റെ രാജാവ് ചക്രവർത്തി സംസാരിക്കുകയാ. അവരെയാണോ നിങ്ങൾ വ്യാജനെന്ന് പറഞ്ഞത്? അവരെ കുറിച്ചാണോ വറക് ചോദിക്കാൻ അധികാരമുണ്ട് എന്ന് ചോദിച്ചത്? കൊട്ടുക്കരക്കാരാ, നിന്റെ നാവിന് വരുന്ന ഗതി സൂക്ഷിച്ചോ. അവരെന്ന് നോക്കിയാൽ ചാരമായി പോകും. നിങ്ങൾക്കറിയാത്തതിൽ അഭിപ്രായം പറയാൻ പോകരുത്. ലോകത്തിന്റെ ഗതി നിർണയിക്കുന്ന, പ്രകൃതിയെ മറികടന്ന അതിമഹാന്മാരായി ലോകം തന്നെ ഭരിക്കുമ്പോ മലക്കുകൾ വരെ അതപോടെ ഇരിക്കുന്ന ഹളറത്തിനെ കുറിച്ച് പച്ചത്തോന്നിവാസം പറയാൻ ഒരു മടിയുമില്ലാത്ത ഈ പുരോഹിതവർഗം, ഇവരെക്കാൾ വഴിപഴച്ചവരാരാ? ഇത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബൂബക്കർ മുസ്ലിയാർക്കും പറ്റിയതെന്താ? മൂപ്പരക്കാലത്ത് ആ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. പിന്നെ ഈ ജാതി മുദരിസ്മാരല്ലേ വന്ന്, ഈ ജാതി ശിഷ്യന്മാരല്ലേ വന്ന്, ഈ രൂപത്തിലുള്ള മക്കളല്ലേ ഉണ്ടായത്, കുരുത്തം കെട്ടത്. അതിനു വേണ്ടി ഈ മഹാന്മാരെ സമീപത്ത് പോയി എന്ന സത്യം തുറന്നു പറയാൻ കഴിയാതെ വന്നാൽ അതിലും വലിയ പരാജയമേതാ അബൂബക്കർ മുസ്ലിയാരെ? ധൈര്യസമേതം പറയണ്ടേ? അവനാന്റെ നിലയും വിലയും പോകുമെന്ന് കരുതി മനസ്സുകൊണ്ട് സ്നേഹിച്ച് നമ്മുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ വിരാജിക്കുന്ന മശായിഖന്മാർ അവരെ ഹളറത്തിൽ പോയി എന്ന് പറയുമ്പോ ആധികാരികമായി തന്റെ മക്കളെയും ശിഷ്യനെയും കുട്ടികളെയും വിളിച്ചിട്ട് പറയണ്ടേ, പോയിട്ടുണ്ട് ഞാൻ, ആരുണ്ട് എതിർക്കാനെന്ന്? അത് താങ്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ മദത് അവര് തരുമായിരുന്നു. അതല്ലേ താങ്കൾക്ക് ഓതിത്തന്നത്? ഞങ്ങൾ സഹായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന്. അടുത്ത ഞാനിപ്പോ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിന്റെ കുറച്ച് പ്രയാസം ഒക്കെ ആയിക്കോട്ടെ. അതിനെന്താ മുതൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അല്ലാഹു അലൈഹി. ആ ആൺകുട്ടികൾ തന്നെ വേണം.
ആ അത് ആ ആൺകുട്ടികൾ തന്നെ വരണോ, അല്ലാണ്ട് നടക്കൂല. വേറെ ആരും മുൻകൂട്ടി പോകുന്നു വീട്ടിലത് സംസാരിക്കും. അത് സംസാരിക്കണമെങ്കിൽ അതിനതിന്റെ അനുമതി വേണം. എന്തോ വഴിയും മാനവർക്ക് വളരെയൊക്കെ ഉണ്ടാക്കിക്കോളി, പ്രസംഗിച്ചോളി, എന്തൊക്കെ ചെയ്തോളി, അതിനൊന്നും കുഴപ്പമില്ല. ഇവർ തെരീക്കത്തായാലും അത്തിക്കത്തായാലും അരിക്കത്തായാലും എന്നും പറഞ്ഞിട്ട് വേറെ ഒരു ശരിയത്തില്ല. നിങ്ങൾ പഠിക്കും ശരിയൊക്കെ ശറവില്ലെങ്കിലോ ശറവിൽ കുറവില്ലെങ്കിലോ അതിനാരാ വർത്താൻ പറയുന്നു? അതിനൊരു കൂട്ടി വളരെ ശരിയത്ത് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു ശറവില്ല കുറവില്ല ഒന്നുമില്ല. അതിന് സംസാരിക്കാനുള്ള ആര് വേണ്ടേ? ഉണ്ടാക്കിയിട്ടുള്ള ശരിയാകുമോ? അപ്പൊ ഇത് തന്നെ ലോകത്താകത്ത ഏക ശില്പോ അങ്ങനെ മാറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറിയാൽ മാറണ്ടേ? ഏതാ അടക്കണ്ടേ? ഇപ്പൊ അയലറിയാതെ എല്ലാം കിട്ടും സംഭവം എന്നറിയില്ല. അയാളിപ്പോ ആർക്കും പറയും ഞങ്ങൾ കുറച്ച് അറബി അടിച്ച് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ അറിയാതെ. ഇതിപ്പോ അതല്ലല്ലോ. ഇതിനെന്ന് അറിയാൻ കിട്ടാൻ പോയി പഠിച്ചാലല്ലോ. ഇതിന് കിട്ടാൻ അവിടെ പോയി അവിടെ കൊണ്ട് ഓരോ പ്രാവശ്യങ്ങളെ നോക്കിയാലും ഇമാമിങ്ങളെ തന്നെ നോക്കിയാൽ എത്ര കിട്ടാൻ എഴുതിയ ഇമാമ അവിടെ ഉണ്ട്. ഇമാമിങ്ങളെ തന്നെ പോലെ സിംഹമാരെ നോക്കിയാൽ തന്നെ അറിയുമാരുണ്ടാവും. കിട്ടാൻ പോയി പഠിച്ചിട്ടാ മാമിങ്ങൾ ഉണ്ടാവും. ഓരോ സിംഹമാരെ പറയും. ഓരോരുത്തർ സിംഹനെടുത്ത് വെക്കുക. അല്ല നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ മടവൂർ ഒരു മുൻകാരി തന്നെയായിരുന്നു. വടകരമാരായിട്ട് ഒരു മുൻകാരായിരുന്നു. ആലുപോക്കർ മുൻകാർ ഒരു മുൻകാരായിരുന്നു. ഇതൊക്കെ മുൻകാന്മാരെന്നാ. മുമ്പ് എനിക്കെന്താ ഇങ്ങോട്ട് പോകാത്ത? നിങ്ങൾക്ക് ചോദ്യത്തിന്റെ ഗൗരവം ആ വൈക്കെന്താ നിങ്ങൾ പോകാത്തത്? ഒരു പൂച്ചക്കുട്ടിയുടെ വില പോലും ആ ഹദറത്തിൽ ഏത് സുൽത്താൻ പോയിരുന്നാലും ഇല്ല. ഒരു കച്ചവടത്തിന് പോയതാണ് അത്രേ. എന്ത് കച്ചവടമാണോ താങ്കൾ നടത്തിയത് അവിടെ? അടങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ട് ഇനി ഒന്നും കൂടി തരാം. സമയമില്ലാഞ്ഞിട്ട് അത് എത്ര ഉണ്ട് എന്നാ. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ഷറ ചെയ്യാൻ സമ്മതം കിട്ടാൻ വേണ്ടി ഇതുവരുന്നോളി. നല്ല നല്ല കലാമുകൾ പണ്ട് അബുൽ ഹസൻ ഷാദുലി തങ്ങൾ സംസാരിച്ച പോലെ, ഔസുൽ തങ്ങൾ സംസാരിച്ച പോലെ, കാലഘട്ടത്തിന്റെ സാഹിബുൽ വഖ്ത് സംസാരിക്കുന്നത് എത്ര ആനന്ദമുള്ളതാ. അത് വില കൊണ്ട് കിട്ടിയൊരു നേട്ടമാണ്. അയക്ക് രഹസ്യമായിട്ട് ഒരു ചായ വാങ്ങിക്കൊടുത്തേക്ക്. ഇനി പറയുന്നത് എന്താ അറിയോ? രണ്ടാളോടും പറയാം, ചെറിയേപ്പി ഏപ്പിയും ഇത് രണ്ടും അണങ്ങളെ പോലെ എപ്പോഴും ഒപ്പം ഉണ്ടാവും. എന്നിട്ട് പറയാ, നിങ്ങൾ രണ്ടെണ്ണം പോയാൽ ഈ സംഘടനയിൽ വേറെ ഏതാ ഉള്ളത്? ഭയങ്കര ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ രണ്ടെണ്ണം പോയാൽ ദുന്യാവ് തന്നെ പോയാൽ ബാക്കി ഇവിടെ ആരാ ഉള്ളത്? ഒറ്റ കുട്ടിയില്ല. ഒരൊറ്റ കുട്ടിയില്ല. ഒരു കുട്ടിയുണ്ട് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. കംപ്ലീറ്റ് നാശാവും. ഈ സംഭവം തന്നെ നശിക്കും. കൃത്യമായ പ്രവചനങ്ങൾ നിങ്ങൾ നോക്കുന്നിട്ട് പറയാ, അതിന് നിങ്ങളാണ് ശരിയാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് നേരാണ് പോവാണെന്ത്? AP ചെറിയ AP എന്നതുപോലല്ല പൊന്മുളയും പേരോടും. അവിടെ പിന്നെ മറകളൊന്നുമില്ല, ഡയറക്റ്റ് അല്ലേ. പൊന്മള പേരോട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ? പൊന്മള എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട്, ഓന്റെ മുള ഞാൻ നുള്ളും. അപ്പൊ ചെറിയ പിസ്ത ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് എന്താണ് മൂപ്പർക്ക് ഇത് പറഞ്ഞ് കിട്ടുമാണല്ലോ. ഇവര് രണ്ടാളെ ഇരുത്തിയിട്ട് അപ്പുറത്തെ സെക്രട്ടറിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത്ര ധൈര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവരെ മുഷാവറയിലെ അടുത്ത സെക്രട്ടറിയിലെ പൊന്മള, പിന്നൊരു സെക്രട്ടറിയിലെ പേരോട്, രണ്ടാളി ഇരുത്തിയിട്ടാ പറഞ്ഞു ഇവന്മാര് ശരിയല്ല, പൊന്മള ഓന്റെ മുള ഞാൻ മുള്ളും.
കാണിച്ചു തരാം. നുള്ളിയിലെ മുഷാവറയിൽ വരെ ഇരുന്നിട്ട് ചെവി കേൾക്കുന്നുണ്ടോ? എന്താ നുള്ളാൻ ബാക്കി വരുന്നേ ഉള്ളൂ. എന്നിട്ട് പറയാ ഒരു ശരവുമല്ല അവരൊന്നും പറയും, തോന്നിവാസാണ്. സംഘടന എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ താറുമാറാക്കി എവിടേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്? ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാണെന്ത്? ഇത് നമ്മൾ സംസാരിക്കാതിരിക്കൂല, ആരോടും ഈ വർത്താനം പറയും. എപ്പിയബക്കുള്ളവർ ഒറ്റയ്ക്കിരുന്ന് സാദിനോട് അല്പം പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ എല്ലായിടത്തും കാര്യം പറയുന്നു. അവിടെത്തിയാണ് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, ഓരോടാ പറയുന്നത് കാര്യം ഞാൻ പറയാനുള്ള ആരോടും പറയും. എന്നിട്ട് പറയാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഐസൻ ലോഡ്ജിൽ നിങ്ങൾ വന്ന സമയം, അന്ന് നിങ്ങൾ രണ്ടാളും ഉള്ളത് പറഞ്ഞു കൊടുക്കാണ്. ചെറിയപ്പി വലിയപ്പന്നെ അന്നുള്ളത്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മര്യാദക്കല്ലെങ്കിൽ മർക്കസിൽ നിന്ന് തന്നെ നിങ്ങൾക്കെതിരെ പറയാൻ ഞാൻ ആളെ ഇറക്കും. ഒക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ചെറിയ പിസ ഇങ്ങനെ തലാട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആളിറങ്ങിയല്ലോ. എന്നിട്ട് പറയാ, മൊയ്ലിയമാരെ ഞമ്മക്കുണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് ആ ജാതി കളിയൊന്നും വേണ്ട. മടവൂർ ഇവിടെ കൊണ്ടുവന്നൊരു ദൗത്യണ്ട്, ആ ദൗത്യം നിറവേറ്റാൻ വല്ലതുണ്ടെങ്കിൽ ചെയ്തു നോക്കി. അപ്പൊ APLA പറയുന്നുണ്ട്, ആ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മുമ്പര് പറയാ, ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല, ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ അറിയാ, APLA പറയാ, നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് കുറച്ചപ്പുറത്ത് പോയി വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ അതാ കേൾക്കുക, നിങ്ങൾക്ക് ആരണന്റെ ബുദ്ധിയാണ്. ആരോടാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉറുമ്പിനാ, അപ്പൊ പൂച്ചക്കുട്ടിനെ വിട, ഒരു ഉറുമ്പിന്റെ വില പോലുമില്ല. വളരെ കൃത്യമല്ലേ പറയും. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തലാട്ടി ഒക്കെ ചെയ്യാന്നറിയും. കുറച്ച് അപ്പുറത്ത് പോയിട്ട് പേരോടും പൊന്മളയ്ക്ക് വന്ന് ഇപ്പുറത്ത് പറഞ്ഞെന്നാ നിങ്ങൾ പിന്നെ അയിമക്ക് തിരിയും. ആരണന്റെ ബുദ്ധി നിങ്ങൾക്ക് ഉള്ളൂ എന്ന് അന്ന് തന്നെ പറഞ്ഞില്ലേ. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാണ്, അവരെ ആക്ഷേപിക്കല്ലേ. അങ്ങനല്ലേ മശായിഖന്മാരെ വഴി. ഇമാം ഷാറാനി തങ്ങൾ പറയുന്നുണ്ട്, അലിയുൽ ഖവാസ് തങ്ങളെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കൽ എന്റെ കേടുകൾ ഓരോന്നായി പറഞ്ഞു തരലാണ്, എന്നിട്ടുള്ള നിർദ്ദേശം തരലാണ്. അതാണ് ആ ഹളറത്തിൽ നിന്ന് വളരെ ഭംഗിയായി ആ ചോദ്യമൊക്കെ എന്താ, ശരീഅത്തുകാരാണെന്ന് പറയുന്നവരുടെ ശറ എവിടെ? അവർക്ക് ശറയിൽ വറവുണ്ടോ? ഞാൻ ചോദിച്ചതല്ലത് വറവുണ്ടോ ചോദിക്കാൻ അധികാരമുള്ള കാലഘട്ടത്തിന്റെ സുൽത്താന്റെ ചോദ്യമാണത്. നിങ്ങളെന്നാ മനസ്സിലാക്കി? ഞങ്ങൾക്ക് പണത്തിന്റെ ബലമില്ല, ഞങ്ങൾക്ക് ആൾബലമില്ല, പക്ഷേ ഞങ്ങളുടെ ബലം ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ മശായിഖന്മാരുടെ ബലമാണ്. ആ ബലത്തെ നശീകരിക്കാനോ ഏതെങ്കിലും രൂപത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ന്യൂനത വരുത്താനോ ഒരു 40 അല്ല 40,000 മുശാവറ കൂടിയാലും സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ ആയത്ത് കഥമുസുദിക്കാണ് വന്നപ്പോ റിജാലുൻ, ആൺകുട്ടികളുണ്ടോ അവിടെ? ആൺകുട്ടികളാണത് സംസാരിക്കേണ്ടത്. ദീന് പറയണമെങ്കിൽ ഞങ്ങൾ അനുമതി വേണം. ഇത് കാന്തപുരത്തെ ഇരുത്തി പറഞ്ഞ ഹദറത്ത് ഒന്നുണ്ടെങ്കിൽ അവരല്ലേ ചക്രവർത്തി, അവരല്ലേ രാജാവ്. ആ രാജാവിനോട് കച്ചവടം നടത്താൻ പറ്റിയ ചരക്ക് ഏതാ ഉള്ളത് ഇവിടെ? കച്ചവടമാണത്ര. ഒന്നുകൂടി കേട്ടോളൂ. നിങ്ങളെല്ലാവരും പോയാൽ പിന്നെന്താക്കും? എന്നിട്ട് കൊണ്ടാരാണ് അതിനാളുണ്ടോ? ഒറ്റ കുട്ടിയില്ല. ഒറ്റ കുട്ടിയുണ്ട് നിങ്ങളെ വിചാരിക്കേണ്ട, കംപ്ലീറ്റ് നാശവും. അത് നിങ്ങളാണത് ശരിയാക്കി വെക്കേണ്ടത്. ഈ തിരിക്കുമ്പോൾ അത് വേണ്ട പോയതിലാക്കി എത്തിയിട്ട് ഒറ്റ നാശം.
നിങ്ങളെ പോലെ അല്ല. ഒരു ASP എന്ന് പറയണത് എന്താ പൊന്മളയോ പേരോടോ? പൊന്മള ഓന്റെ മോളയാന്ന് തോന്നുന്നു കാണിച്ചിരുന്നു. ഓന്റെ മോളയാന്ന് തോന്നുന്നു. നിങ്ങളെന്ന് പറഞ്ഞ മത്തായിമാരുണ്ടോ വൃത്തിയൊക്കെ നിങ്ങളോട് ഉണ്ടായിരുന്നു നമ്മള് വിചാരിക്കുന്നു. അതുപോലെ ഒരിക്കലും അത്രയാവില്ല. ഒരു ചെറവ് അല്ല പറയുന്നത്, വേറെ ഒന്നല്ല പറയുന്നത്, തോന്നിയാസം പതിക്കായിരിക്കും. സംഘടന എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ താറുമാറാക്കുക ചെയ്യുന്നു. നമ്മൾ സംസാരിക്കാണ്ട് നിൽക്കൂല. ദേവന്റെ മുമ്പിൽ വർത്താനം പറഞ്ഞു. ഞങ്ങളോട് പണ്ട് പറഞ്ഞു ഐസൺ ലോഡ്ജിൽ വെച്ചിട്ട് അന്ന് നിങ്ങൾ കണ്ടാളാണ്. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ മർക്കത്തിൽ നിന്ന് തന്നെ ആളുണ്ടാക്കും സംസാരിക്കാൻ. നിങ്ങൾക്ക് എതിരിൽ പിന്നെ ഒരു സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഐസൺ ലോഡ്ജിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കും. വീരന്മാരൊക്കെ കുറെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇതൊന്നും അല്ലല്ലോ വിഷയോ. വടകൂരിലൂടെ കൊണ്ടുവന്ന മറ്റൊരു ദൗത്യം അത് നിങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ വടകൂരിൽ ദൗത്യത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ, പറയുന്നതിൽ സിടുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങളത് ചെയ്യരുതെന്ന് നമ്മൾ പറയില്ല, ചെയ്യണം എന്നാ പറയും. നിങ്ങളിപ്പോ എന്തൊക്കെയോ ചെയ്യും. നിങ്ങളിപ്പോ ഇവിടുന്ന് എന്തോന്നും കേട്ടു ഒത്താട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറന്നു. അരണന്റെ ബുദ്ധി വരിക. പിന്നെ അപ്പുറത്ത് നാലാള് അരണന്റെ ബുദ്ധിയാണ്. എങ്ങനെയുണ്ട് കച്ചവടപ്പോ? ഉഷാറില്ലേ? ആ, നല്ല ചോദ്യല്ലേ ചോദിക്കണ്. ആ ചോദ്യങ്ങളുടെ വിലയൊക്കെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു നോക്കി. വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ. പൊന്മള ഓന്റെ മുള ഞാൻ നുള്ളും പറഞ്ഞപ്പോ ചെറിയ നുള്ളയും ഓൽക്കെന്ത് പൊന്മള വന്നിന്, എന്ത് ഹാപ്പി വന്നിന്? അവിടെ ഇരിക്കുന്ന സ്ഥലേത കച്ചവടമായിട്ട് നിങ്ങൾ ഇറങ്ങി. നിങ്ങളും വിടി വീഡിയോ, ഞങ്ങളും വിടാം. എൻ്റെ കയ്യിലുണ്ടല്ലോ ഇനിയും വീഡിയോ ഉണ്ട്. വിട് വിട്, ഓരോ ഭാഗവും വിട്. ഇതൊന്നും ഇപ്പൊ എഡിറ്റ് അല്ല എന്ന് ഉറപ്പായല്ലോ അയാളെ കൊണ്ട്. ഇതിനാ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ വിട്ടത് നിങ്ങൾക്ക് വിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കൃത്യമാക്കി തെളിവ് സഹിതം ഓക്കെയാണെന്ന് ഉറപ്പിച്ച് ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ വിടാനോ? ഇതിന്റെ ചെറിയൊരു ഭാഗമാണ്. ഇനി നമ്മളെ മൈസൂരിൽ ഇരിക്കുന്ന ഒരു രംഗം കാണിക്കാം. ഇത് സമയം കഴിഞ്ഞു പോയതുകൊണ്ടാ. ഇത് കൃത്യമായി ഇത് കുറെ കാലം മുമ്പ് തുടങ്ങിയതാണ്. ആ വാക്ക് ഞാനിങ്ങനെ ആലോചിച്ചിട്ടേ, നിങ്ങൾ 2 ആൾക്ക് ശേഷം ഒരൊറ്റ ഒന്നില്ല എന്ന് പറഞ്ഞാൽ സുന്നി പറയണ ഒരൊറ്റ ഒന്നും ഇതിലുണ്ടാവില്ല എന്നല്ലേ പറഞ്ഞ്. അന്ന് വരെ 2 ആളുണ്ടായിരുന്നു. ചെറിയ ഉസ്താദ് നല്ല നിലക്ക് പോയി. മറ്റേ ആള് മോന്റെ ഫിത്തനയിൽപ്പെട്ട് പേരോടിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. ഇതല്ലേ ഇപ്പൊ ഉണ്ടായത്. ഇപ്പൊ സുന്നി പറയുന്ന ആരാളവിടെ? ഔലിയാക്കളൊപ്പം കൂടുന്നതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ് എന്ന് പറഞ്ഞ ഈ വർഗം ഇതല്ലേ സംഭവിച്ച്? ഔലിയാക്കളോട് കളിക്കണ്ട. കളിച്ചവരാരും വിജയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കാലഘട്ടത്തിന്റെ അധികാരമുള്ള ആളുകൾ, അവരോട് തീരെ വേണ്ട. നല്ല നല്ല സംഭവങ്ങളാണ് ഇനി വരാൻ പോണ്. റമദാനിലായാലും കൂലി കൂടുക അല്ലേ? കാരണം ആ കലാം ഇങ്ങനെ കേട്ട എന്താ അതിൻ്റെ മാധുര്യം. ഇനി ഒറ്റയ്ക്ക് പോയി കേട്ടോ കൊണ്ട് നല്ല ഉസാറ് കേൾക്കാം. മൊബൈലിലൊക്കെ കേൾക്കുമ്പോൾ ആവർത്തിച്ച് ഞാൻ പലപ്പോഴും ശൈഖുന ഇങ്ങനെ ഇട്ട് തരുമ്പോൾ ആസ്വദിച്ച് കേൾക്കാറുണ്ട്. ഓരോ ചോദ്യങ്ങൾ, ഓരോ രംഗങ്ങൾ, ഒരുപാട് കൊല്ലങ്ങളോളം പറയാനുള്ള ഇപ്പൊ തന്നെ ഉണ്ട്. കൃത്യമാണ്. മരണത്തിന്റെ ഡേറ്റ് വരെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും മൈസൂരിലേക്കൊന്ന് പോവാം. മൈസൂർ കല്യാണം വേറുണ്ട്. കാന്തപുരം പോക്ക് മുസ്ലിയാര് അവിടെ വന്ന് കാണുന്നതിന്റെ രംഗം അത് കുറച്ച് മുമ്പാ. അന്ന് TMC ഉസ്താദ് ഉണ്ട് കൂടെ. ആ TMC ആണ് പൊന്മള തള്ളിയത്.
പൊന്മള പറഞ്ഞ ആ TM സിസാന്റെ കൂടെ ഇരിക്കണോ ഇവരെ വലിയ സുൽത്താനുൽ അലമിയാണ്. എന്താണ് മുശാവറൻ്റെ ഒക്കെ ഒരു കാര്യം? പാവപ്പെട്ട ജനങ്ങളോട് പറയാ പോകല്ലീ, വിട്ടു നിൽക്കീ, ഇവര് പോക്കോണ്ട് പോക്ക്. ഇതൊക്കെ ഒന്ന് ആൾക്കാർ അറിയട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു. ഷെയ്ഖുന അവിടെ ഇരുന്നപ്പോ ഒന്നല്ല രണ്ടല്ല എത്രയോ സദസ്സിൽ ഇവര് പറഞ്ഞല്ലോ അപ്പുറത്ത് പിന്നെ ഷെയ്ഖുന ഉണ്ടായത് പച്ച നോണ പറഞ്ഞ, അതിന്റെ അസിലേ നോണല്ലേ, കച്ചവടം തന്നെ അല്ലല്ലോ. ഷെയ്ഖുന 1 2 3 4 ഒന്നല്ല, എല്ലാ അധിക സ്ഥലത്ത് ഷെയ്ഖുന ഉണ്ടാവും. ഷെയ്ഖുന അവിടെ വരരുത് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, പറഞ്ഞ ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം ഇയാളെ പിന്നെ തറവാട് എന്ന് പറഞ്ഞ സ്വത്താ അത്, അവിടെ ആരാ വരണമെന്ന് ഓരല്ലേ തീരുമാനിക്കണ്ടേ. നിങ്ങൾ അങ്ങോട്ട് കയറാൻ പാടുണ്ടോ കൂട്ടരെ? ഷെയ്ഖുന അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോണ്ടേ? നിങ്ങൾ വരലും പിടിക്കലും മാലിട്ട് കൊടുക്കലും ഭക്ഷണം കഴിക്കലും ഭക്ഷണം കോരിട്ട് കൊടുക്കലും എന്തൊക്കെ രംഗം കാണാണ്ടിനി. അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കിട്ടോ, എന്നാ ബാക്കി അങ്ങക്ക് എളുപ്പമായി. പൊട്ടന്മാരെന്നല്ലാതെ എന്ത് പറയാനാ? ഈ നൂറ്റാണ്ടിലെ വലിയ ആള് വിഡ്ഢികൾക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ സാഹിതിക്ക് കൊടുത്തേക്ക്. സഫീന് നേർച്ചാക്കിയാലും അയാൾക്ക് കൊടുക്കാം. അത് ഉപദേശിച്ച അക്കീമൂലർക്കും കൊടുത്തേക്ക്, അയാളാണല്ലോ അതിന് പിന്നിൽ. വലിയ ആളെ നിർദ്ദേശം ഉണ്ടല്ലോ.